സാഫല്യം പാർട്ട് 20. കാലത്ത് മുറിയിൽ കയറിയതും അമ്മയും മകനും തൻ്റെ ബെഡിൽ ഉറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ദേവൻ ബാത്റൂമിലേക്ക് കയറിയത്. ഇറങ്ങി വരുമ്പോഴേക്കും മകൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കിച്ചണിൽ നിന്നുള്ള സൗണ്ട് കേട്ട് അവർ അതിനകത്താണെന്ന് ദേവന് മനസ്സിലായി. ദേവൻ്റെ മുന്നിൽ അവർ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചെങ്കിലും ദേവൻ എന്തോ അവരോടൊന്നും മിണ്ടാൻ പോലും ആയില്ല. ഒന്നും കഴിക്കാതെ അവൻ എണീറ്റ് അവിടെ നിന്നും ഇറങ്ങി. പ്രതീക്ഷിക്കാതെ തിരിച്ചു വരുമ്പോൾ ദേവനെയും കാത്ത് അവർ വാതിൽപ്പടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛാ! അവരുടെ മകൻ്റെ വിളിയിൽ അവൻ അരിശത്തോടെ ആ കുഞ്ഞിനെ ഒന്ന് നോക്കി. പുഴുപ്പല്ല് കാട്ടി അവൻ ചിരിച്ചതും ദേവനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. വന്ന അന്ന് തന്നെ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടാവാം പിന്നീട് അമ്മയും മകനും അവൻ്റെ ബെഡിൽ തന്നെ ആയിരുന്നു. പരസ്പരം ഒന്നും സംസാരിക്കാതെ ആണെങ്കിലും ദേവൻ്റെ കാര്യങ്ങളെല്ലാം അവർ നല്ലപോലെ നിറവേറ്റിയിരുന്നു. അവരുമായി അടുക്കാൻ ദേവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം, പപ്പാ, അമ്മേ! ചിന്നുമോൾ കല്യാണ വേഷത്തിൽ എബിയെയും മീനുവിനെയും കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. ഇന്നു മുതൽ മോൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ സ്വപ്നം കണ്ട പോലെ ആയിരിക്കില്ല തുടർ ജീവിതം, എങ്കിലും ക്ഷമയോടെ എല്ലാം നേരിടണം. എൻ്റെ പപ്പ, ഇത് തന്നെയല്ലേ നിങ്ങൾ 10-20 വർഷമായി എനിക്ക് പറഞ്ഞു തരാറുള്ളത്? ജീവിതത്തിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും മനസ്സിലാക്കി തന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ വളർത്തിയത്? അപ്പോൾ പിന്നെ ഞങ്ങളെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട പപ്പയ്ക്കും അമ്മയ്ക്കും. അതിന് മീനുവും എബിയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. ഇതാണ് മോളുടെ അമ്മ. അനുഗ്രഹം വാങ്ങാൻ ഇന്ന് ജീവനോടെയില്ല, എങ്കിലും മോളെ അനുഗ്രഹിക്കുന്നുണ്ടാകും. മീനു സാന്ദ്രയുടെ മാലയിട്ട ഫോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മ ഇതാ, എനിക്ക് ഈ അമ്മയുടെ അനുഗ്രഹം മാത്രം മതി. മോൾ മീനുവിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു. മീനുവിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഡീ, നിൻ്റെ ഡോക്ടർ ചക്കനും ഫാമിലിയും എത്തിയിട്ടുണ്ട്. ആഹാ, നീ ഇത് പറ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എന്ത് കണ്ടിട്ടാടി നിൻ്റെ സീനിയർ ഡോക്ടർ നിന്നെ തന്നെ കെട്ടാൻ വന്നത്? കിത്തു അവളെ ആകമാനം നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞതും അവൾ അവൻ്റെ തലക്കിട്ടൊരു കിഴുക്ക് വെച്ചു കൊടുത്തു. ചേച്ചിയുടെയും അനിയൻ്റെയും സ്നേഹബന്ധം. പപ്പയെപ്പോലെ തന്നെ ചിന്നു ഒരു ഡോക്ടറാണ്. കിത്തു ദേവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മെക്കാനിക്കലായിരുന്നു കഴിവ് തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറായി. എമ്മിമോനെ കൂടാതെ എബിക്കും മീനുവിനുമായി ഒരു മോൾ കൂടിയുണ്ട്, സെലിൻ. രണ്ടുപേരും സ്റ്റുഡൻസാണ്. അവരും ചേച്ചിയുടെ വിവാഹം ആഘോഷിക്കുന്ന തിരക്കിലാണ്. പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് കഴിഞ്ഞു ചിന്നു യാത്ര പറയാൻ നിന്നതും മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ അമ്മ കരയുവാണോ? ഞങ്ങളെ കരയരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട്? അമ്മ കരഞ്ഞതല്ല മോളെ, സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞതാ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അമ്മ ഇങ്ങനെ കണ്ണ് നിറയ്ക്കല്ലേ അമ്മേ. അവൾ മീനുവിനെ കെട്ടിപ്പിടിച്ചു യാത്ര പറഞ്ഞു. പോട്ടെ അങ്കിൾ. പോയിട്ട് വാ. എബിയും അവരോട് യാത്ര പറഞ്ഞു. അവർ പോകുന്നതും നോക്കി വിഷമത്തോടെ നിന്നു. എബിച്ചായൻ കരയുവാണോ? നീ പറഞ്ഞ പോലെ സന്തോഷം കൊണ്ടാ, എബി മീനുവിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ചേച്ചി പോയേ പിന്നെ വീട് ആകെ സൈലൻ്റ് ആയ പോലെ അല്ലേ പപ്പ? കിത്തുവിനായിരുന്നു അവളെ പിരിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ വിഷമം. അതെങ്ങനെയാ? നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലായിരുന്നോ ബഹളം? ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒന്നും നോക്കണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. മെഡിസിൻ പൂർത്തിയാക്കുന്നത് അവൾ ഇവിടെ വെച്ച് തന്നെയാ. അത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ബോറടിച്ചു ചത്തേനെ, കിത്തു പറഞ്ഞു. അവൻ എന്നിട്ട് ഒരു ചിരിയോടെ മുറിയിലേക്ക് നടന്നു. മീനു, എന്താ എബിച്ചായ? നമ്മുടെ മോൾ പോയതിൽ നിനക്ക് വിഷമമുണ്ടോ? ശരിക്കും നീ സന്തോഷം കൊണ്ടാണോ കണ്ണ് നിറച്ചത്? അവളെ പിരിയാൻ എനിക്ക് വയ്യ. അവളാ എന്നെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചത്. അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കറിയാം നിന്നെ. അവളെ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കാൻ പോലും നീ അനുവദിച്ചില്ലല്ലോ. നമ്മുടെ മോൾ നമ്മുടെ കൺവെട്ടത്തില്ലെങ്കിലും നമ്മുടെ മനസ്സിലില്ലേ അവൾ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നതും. അതാ ഒരു സമാധാനം. മീനു വിഷമത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. എബി അവളെ പുഞ്ചിരിയോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോകാം. എനിക്കൊരിക്കലും നിന്നെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും ആകില്ല, ദേവൻ അവരോടായി പറഞ്ഞു. അവർ വിഷമത്തോടെ ദേവനെ നോക്കി. എനിക്കും മോനും പോകാൻ ഒരിടമില്ല. ആ വീടും എല്ലാവരും ഭാഗിച്ചെടുത്തു. അപ്പോഴാണ് ദേവൻ അന്ന് ബ്രോക്കർ പറഞ്ഞതുപോലും ഓർത്തത്. സാരമില്ല, നിനക്ക് മോനും ഇനി ഈ വീടുണ്ട്. ഇവിടുന്ന് നിങ്ങളെ ആരും ഇറക്കി വിടില്ല. അവർ ആശ്വാസത്തോടെ ദേവനെ നോക്കിക്കൊണ്ടൊന്ന് മൂളി. അച്ഛാ! മോൻ്റെ വിളിയിൽ ദേവൻ അവരെ ഒന്ന് നോക്കി. അവനിപ്പോൾ തന്നെക്കാൾ വളർന്നിട്ടുണ്ട്. ഇവനോട് എന്നെ അച്ഛനെന്ന് വിളിക്കരുത് എന്നൊന്ന് പറയണം.
ഞാൻ പറഞ്ഞിട്ടാ അവൻ അങ്ങനെ വിളിക്കുന്നത്. അത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്ന് ഞാൻ പറയാം. ദേവൻ അവരെ നോക്കി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. നിങ്ങൾക്ക് ആദ്യ ഭാര്യയിൽ ഒരു മോനുണ്ടായിരുന്നു അല്ലേ? പ്രതീക്ഷിക്കാതെ അവരുടെ ചോദ്യം കേട്ട് ദേവൻ ആദ്യം ഒന്ന് സ്തംഭിച്ചു പോയെങ്കിലും പിന്നെ അതേ എന്ന പോലെ തലയാട്ടി. അവൻ്റെ നാവിൽ നിന്നും അച്ഛാ എന്നൊരു വിളി കേൾക്കണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ബാക്കിയുള്ളൂ. അവനെ നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല, കണ്ടാലും തിരിച്ചറിയില്ല. അവരിപ്പോൾ എവിടെയാ? അതും അറിയില്ല. ദേവൻ നിരാശയോടെ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട. അവൻ നിങ്ങളുടെ മകനാണെങ്കിൽ എന്നെങ്കിലും ദൈവം അവനെ നിങ്ങളെ മുന്നിലെത്തിക്കും. ഈ ജീവിതം അവസാനിക്കുന്നതിന് മുന്നേ അവൻ്റെ അച്ഛ എന്നൊരു വിളി കേൾക്കണം. ദൂരെ നിന്നെങ്കിലും എൻ്റെ മീനുവിനെ അവസാനമായി ഒന്ന് കാണണം. അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ദേവൻ ചുമച്ച അവശനായി. ഒടുവിൽ അവൻ്റെ വായിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് വന്നതും അവർ ഭയത്തോടെ ദേവനെ നോക്കി. അവസാനിക്കാൻ ഇനി അധിക നാളുകളില്ല. അതിനു മുന്നേ എൻ്റെ ആഗ്രഹം നിറവേറുമായിരിക്കും അല്ലേ? അവനൊരു ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു അവർ. കാലങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായ എമിമോൻ അവരെ വിട്ടുപോയപ്പോൾ മീനു ആകെ തകർന്നു പോയി. എബിയും മക്കളും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മീനു ആ പ്രതിസന്ധിയും തരണം ചെയ്തു. നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ എമിൻ എന്ന് പേര് വെക്കണം, എമിമോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി. വേണ്ട എബിച്ചായ, അവനെ ഓർക്കാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല. എബിച്ചായൻ എനിക്ക് തന്നതാ അവന്. ഈ ഹൃദയം നിലയ്ക്കുവോളം അവൻ അവിടെ തന്നെ ഉണ്ട്. ഒരിക്കലും ഞാൻ അവനെക്കുറിച്ച് പറയില്ല, മറക്കാനല്ല. കാരണം എൻ്റെ ജീവനിൽ അവനുണ്ട്. എന്നെ ജീവിപ്പിച്ച അവൻ പോയത്, അവൻ്റെ ജീവൻ കളഞ്ഞ എന്നെ രക്ഷിച്ചത്. ഈ ശ്വാസം പോലും അവനാണ്. ഞാൻ പുറത്തേക്ക് വിടുന്ന ജീവവായു അവനാണ്. ശരിയാണ്, അന്ന് മീനുവിന് സംഭവിക്കാനിരുന്ന ആക്സിഡൻറ്റിൽ നിന്നാണ് അവൻ സ്വന്തം ജീവൻ കളഞ്ഞ് അമ്മയെ രക്ഷിച്ചത്. മീനു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ 2 വർഷത്തോളം എടുത്തു. പിന്നീട് ഒരിക്കൽ പോലും ആരും എമിമോനെപ്പറ്റി ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല എന്നതാണ് സത്യം. അവർക്ക് മുന്നിൽ കൊഴിഞ്ഞ നാളുകൾ അത്രയും മീനുവിനെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു 4 പേരും. വീണ്ടും അവർക്കിടയിൽ ഒരു കൊച്ചു സന്തോഷം വന്നു ചേർന്നു. എന്തിനാ എബിച്ചായ നാട്ടിൽ വെച്ച് തന്നെ ആൽബിയുടെ വിവാഹം നടത്തണമെന്ന് പറയുന്നത്? ചിന്നുവിൻ്റെ വിവാഹം നമ്മൾ ഇവിടെ വെച്ചല്ലേ നടത്തിയത്? അത് അങ്ങനെയല്ല മീനു. ആൽബി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ്റെ അച്ഛൻ ആരാണെന്ന് അവൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അവൻ എല്ലാ സത്യവും അറിയണം. ജീവനോടെയുള്ള ആ അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങണം. എല്ലാം കേട്ട് മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീയും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മീനു. ഞാൻ എന്ത് കരുതും എന്ന് കരുതി നീ പറയാതിരിക്കുന്നതല്ലേ? അവൾ കണ്ണീരോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ടൊന്ന് മൂളി. എന്തിനാ പപ്പ നാട്ടിൽ വെച്ച് വിവാഹം നടത്തുന്നത്? നിങ്ങളുടെ അച്ചമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിലുള്ള നമ്മുടെ വീട്ടിൽ വെച്ച് കൊച്ചുമക്കളെ വിവാഹം നടത്തണമെന്നത്. ചിന്നുവിൻ്റെ വിവാഹം പിന്നെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ടും അവൾ ഇവിടെ പഠിക്കുന്ന ടൈം ആയതുകൊണ്ടും അതിന് സാധിച്ചില്ല. നിങ്ങളെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെയാകട്ടെ, ആൽബി എബിയെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. പപ്പ അങ്ങനെ തീരുമാനിച്ചതിൽ മോന് വിഷമമുണ്ടോ? എൻ്റെ അമ്മയെ, ഇതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെയാണ് താമസമെങ്കിലും എൻ്റെ വേണ്ടപ്പെട്ട ആരൊക്കെയോ നാട്ടിലുണ്ടെന്നുള്ളൊരു തോന്നലാണ്. മീനു വേദനയോടെ അത് കേട്ടൊന്ന് ചിരിച്ചു. അവർ എല്ലാവരും നാട്ടിലേക്ക് തിരിക്കുമ്പോഴും മീനുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ആൽബി എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. ദേവേട്ടൻ്റെ മകനായി ജനിച്ചു, പ്രസാദിൻ്റെ മകനായി അറിയപ്പെട്ടു, എബിച്ചായൻ്റെ മകനായി വളർന്നവൻ ആണ്. സത്യത്തിൽ ഇവിടെ നിന്നും ദൂരേക്ക് പോയത് വളർന്നു വരുമ്പോൾ അവൻ സത്യങ്ങളൊന്നും ആരിൽ നിന്നും അറിയരുത് എന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. വീട് മുഴുവൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. മീനു എബിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി. സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അവൻ എന്നെ വെറുക്കുമോ എബിച്ചായ? എന്തിന്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മീനു. സ്വന്തം അച്ഛനെ നിഷേധിച്ചവളല്ലേ ഞാൻ. അതും നിനക്ക് വേണ്ടിയല്ലല്ലോ മീനു. അവനെ നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ. അവനെ നീയല്ലേ വളർത്തിയത്. അവന് നിന്നെ മനസ്സിലാകും. അത് കേട്ട് മീനു ഒന്ന് ആശ്വസിച്ചു. എന്നാലും ആ അപർണ നിന്റെ എന്ത് കണ്ടിട്ടാ പ്രേമിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അത് എൻ്റെ ഡയലോഗാണ്, മാറ്റിപ്പിടിക്ക്, ആൽബി ചിന്നുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നീ എടുത്തു പെരുമാറുന്നതൊക്കെ ഇവൻ്റെ ഈ ഊള ഡയലോഗുകളാണല്ലേ? അതേ അളിയ, ഒരു ഡോക്ടറാണ്, സ്വന്തമായി ഒരു ഡയലോഗ് പറയാൻ പോലും അറിയില്ല. ആഹാ,
അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒന്നായി അല്ലേ? ഇനി എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ദാ ഇവനെയും കൂടെ ഒന്ന് നോക്കിക്കോ, ഞാൻ പോണു. പിണക്കം നടിച്ച് ചിന്നു മോനെയും അവിടെ ഇരുത്തിപ്പോയതും രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. അമ്മേ! ആൽബി മീനുവിൻ്റെ കാലിൽ തൊഴുതു അനുഗ്രഹം വാങ്ങിയതും മീനു അവൻ്റെ തലയിൽ പുഞ്ചിരിയോടെ തലോടി. പപ്പാ! അവൻ എബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. നാളെ മുതൽ നിന്റെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലായിരിക്കും നീങ്ങുന്നത്. കൂട്ടിന് നിന്നെ മാത്രം വിശ്വസിച്ചു വരുന്ന പെണ്ണിനെ ജീവൻ കൊടുത്തായാലും സംരക്ഷിക്കണം. അവളിൽ ഒരു കുറവ് കണ്ടാൽ അത് തൻ്റെയും കൂടെയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ അവളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകരുത്. ഒരുമിച്ച് പോയാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. അപർണയെ ഞാൻ സ്നേഹിച്ചത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല, ജീവിതകാലം മുഴുവൻ കൂടെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അന്നത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും ആൽബി നാളെ തുടങ്ങാൻ പോകുന്ന തൻ്റെ പുതുജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായി കിടന്നു. മോനെ! എബിയെ കണ്ടതും അവൻ ചാടി എണീറ്റു. എന്താ പപ്പ? എബി അവനരികിലിരുന്ന് വാത്സല്യപൂർവ്വം അവനെ തലോടി. നിന്റെ പപ്പ എന്ന വിളി കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. പക്ഷേ ഇന്നെന്തു പറ്റി? എബി മൗനത്തോടെ അവനെ ഒന്ന് നോക്കി. എന്താണെങ്കിലും പറ പപ്പ, എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ തന്നെ പപ്പ പറഞ്ഞതല്ലേ? പറയാം. അത് കേൾക്കുമ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നീ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞ് എബി എണീറ്റു പഴയ ചിന്തകളിലേക്ക് നടന്നു. നിൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കൂടെ നീയും ഉണ്ടായിരുന്നു. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനു ശേഷമാണ് നിൻ്റെ അമ്മ പോലും ആ സത്യം അറിയുന്നത്. അന്ന് തൊട്ട് എൻ്റെ മകനായി തന്നെയാണ് നിന്നെ ഞാൻ കണ്ടതും. അപ്പോൾ നിനക്കൊരച്ഛനുണ്ട്, നിൻ്റെ അമ്മയുടെ ആദ്യ ഭർത്താവ്. എന്തൊക്കെയാ പപ്പ ഈ പറയുന്നത്? ഞാൻ വിശ്വസിക്കണം. ഇത് നിന്നോട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാതിരിക്കാം. പക്ഷേ മനസാക്ഷി അനുവദിച്ചില്ല. നിൻ്റെ അവകാശവും പറഞ്ഞ് നിൻ്റെ അച്ഛൻ വന്നപ്പോൾ അയാളുടെ മകൻ അല്ല നീ എന്ന് നിൻ്റെ അമ്മയ്ക്ക് പറയേണ്ടി വന്നു. അത് നിൻ്റെ അച്ഛനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. എന്തിനായിരുന്നു പപ്പ പിന്നെ ഇതെല്ലാം? ഒന്നും നിൻ്റെ അമ്മയുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല മോനെ. 5 വർഷം കൂടെ ജീവിച്ചിട്ടും ഒരു കുഞ്ഞില്ലെന്ന കാരണത്താൽ നിൻ്റെ അമ്മയുടെ കൺമുൻപിൽ അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു. അതോടെ അവൾ ആ വീട്ടിൽ നിന്നും പുറത്തായി. നിൻ്റെ ചേച്ചിക്ക് ഒരമ്മയെ വേണം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മീനുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അന്ന് തന്നെ അവൾ ഒരമ്മയാകാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ ആദ്യം അവൾ പോയത് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. പക്ഷേ അയാൾ നിൻ്റെ അവകാശം നിഷേധിച്ചു, അവളെ തിരിച്ചയച്ചു. വേർതിരിച്ചു കാണാതെ അവൾ എൻ്റെ മകളെയും നിന്നെയും ഒരുപോലെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടി. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട അവളിവിടം വരെ എത്തിയത്. നീ നിൻ്റെ അമ്മയെ വെറുക്കരുത്. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് എൻ്റെ വാക്ക് കേട്ടിട്ടായാലും അവൾ അത് ചെയ്തത്. എബി എല്ലാം പറഞ്ഞു തീർന്നതും ആൽബി ഒന്ന് ഉൾക്കൊള്ളാനാകാതെ നിന്നു. നിൻ്റെ അമ്മ ഒന്ന് മാത്രമേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. നീ ഒരൊറ്റ തവണയെങ്കിലും ദേവനെ അച്ഛാ എന്നൊന്ന് വിളിക്കണം. നാളെ നിൻ്റെ വിവാഹമാണ്. ആ മനുഷ്യൻ്റെ അനുഗ്രഹം വാങ്ങി വേണം നീ പുതിയ ജീവിതം തുടങ്ങാൻ. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. എബി അവനെ ഒന്ന് നോക്കി മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. പപ്പാ! അവൻ്റെ വിളിയിൽ എബി ഒന്ന് നിന്നു. എൻ്റെ അമ്മ ഇത്രയൊക്കെ സഹിച്ചത് ഈ പപ്പ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം കൊണ്ടാണ്. അതുപോലെ എനിക്കും ഈ പപ്പയെ എൻ്റെ പപ്പയായിട്ട് തന്നെ വേണം. അത് കേട്ടതും എബി ഒന്ന് ചിരിച്ചു. ഞാൻ നിൻ്റെ പപ്പ തന്നെയാണ്, നീ എൻ്റെ മകനും. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ചിന്നു അവർക്കരികിൽ വന്ന് പറഞ്ഞതും ആൽബി അവളെ ഒന്ന് നോക്കി. ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയാവോ? പിന്നെ അറിയാതെ എനിക്ക് തിരിച്ചറിവ് തുടങ്ങിയ സമയത്താണ് എൻ്റെ അമ്മ എന്നെ തേടി വന്നത്. അന്നെല്ലാം ഞാൻ അറിഞ്ഞു. എൻ്റെ അമ്മ കാരണം ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്ന പോലും. നീ എൻ്റെ പപ്പയുടെ മകനല്ലെങ്കിലും നീ എൻ്റെ കൂടപ്പുറപ്പ് തന്നെയാണ്. അങ്ങനെയാ പപ്പയും അമ്മയും നമ്മളെ വളർത്തിയത്. അമ്മേ! ആൽബി മീനുവിനെ തോളിൽ തലവെച്ച് കിടന്നുകൊണ്ട് വിളിച്ചു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു അല്ലേ? അതൊക്കെ അറിയുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ വെറുക്കും എന്ന് അമ്മ കരുതിയോ? മീനു കണ്ണീരോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അമ്മയുടെ ആഗ്രഹം പോലെ നാളെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകാം. എൻ്റെ അമ്മ ആ അച്ഛൻ്റെ മുന്നിൽ തോൽക്കാതെ എന്നെ ഇത്രയും വലിയ മകൻ ആക്കിയത് എൻ്റെ അച്ഛൻ കൂടി ഒന്ന് കാണട്ടെ. അവിടെയും എൻ്റെ അമ്മ വിജയിക്കുകയേ ഉള്ളൂ. മീനു മകനെ നോക്കി പുഞ്ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എബി അത് കണ്ട് പുഞ്ചിരിയോടെ മീനുവിൻ്റെ അടുത്തായി ഇരുന്നു. കണ്ടില്ലേ, അവൻ നിന്നെ മനസ്സിലാക്കിയത്. എനിക്കറിയാം എബിച്ചായൻ മാത്രമാണ് അതിന് കാരണക്കാരനെന്ന്. അതിനവൻ മീനുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. അവശനായ ദേവൻ
കട്ടിലിൽ നിന്നും എങ്ങനെയൊക്കെയോ എണീറ്റിരുന്നു. ഭാര്യ വീട്ടുവേല ചെയ്താണ് ഇന്ന് ആ വീട് കഴിയുന്നത്. അവരുടെ മകൻ വളർന്ന് മദ്യത്തിൻ്റെയും ലഹരിയുടെയും അടിമയായിട്ടാണ്. ആരെയും ഒന്നിനും ഭയമില്ലാതെ അവൻ തോന്നിയതുപോലെ നടന്നു. അമ്മയുടെ കാശും തട്ടിപ്പറിച്ചു. അവൻ മദ്യപാനത്തിലുള്ള വകയുമായി ചെല്ലും. 2-3 ദിവസത്തേക്ക് പിന്നെ ഈ വഴി കാണില്ല. അങ്ങേരെന്തായാലും ചാകാൻ കിടക്കുക. ഇനി അമ്മയായിട്ട് കുറേ കാശ് കൊടുത്തുള്ള മരുന്ന് മുഴുവൻ കുടിപ്പിച്ച് അങ്ങേരെ ജീവിപ്പിക്കാനൊന്നും പോണില്ല. ദേവൻ വിഷമത്തോടെയാണെങ്കിലും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കാശും വാങ്ങി സഞ്ജു ഇറങ്ങിയതും അവർ ദേവനരികിൽ വന്നു. ഞാൻ പോയിട്ട് വരാം. ദേവൻ ഒന്ന് മൂളിയതും അവർ ഇറങ്ങി. വിഷമത്തോടെ താൻ ഇന്ന് അനുഭവിക്കുന്ന വേദനയെപ്പറ്റി അവൻ ഓർത്തു. മീനുവിനെ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് എല്ലാം മറക്കാനെന്ന പോലെ മദ്യപാനം തുടങ്ങിയത്. അത് കാരണമാണ് ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതും. പുറത്തുനിന്നും ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ട് ദേവൻ പ്രതീക്ഷയോടെ വാതിൽപ്പടിയിൽ നോക്കി. എണീറ്റ് അവർക്കരികിലേക്ക് പോകാനാവില്ല. വാതിൽപ്പടിയിൽ ആ രൂപം കണ്ടതും ദേവൻ കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത പോലെ നോക്കി. യൗവനത്തിൽ താൻ എങ്ങനെയാണോ അതേ രൂപം. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ആൽബി ദേവനരികിലേക്ക് ചെന്നു. മോനെ. അവൻ കൈകൾ നീട്ടി തൻ്റെ മോനെ ഒന്ന് തൊട്ടു. നീ എങ്ങനെ? ഇന്ന് എൻ്റെ വിവാഹമാണ്. അമ്മ പറഞ്ഞു ജന്മം നൽകിയ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി വേണം പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനെന്ന്. ആൽബി ദേവൻ്റെ കാൽ തൊട്ടു വണങ്ങി. ദേവൻ പുഞ്ചിരിയോടെയും കണ്ണീരോടെയും അവനെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു. ആൽബി ദേവനെ ഒന്നുകൂടി നോക്കി തിരിഞ്ഞു നടന്നതും മോനെ നിൻ്റെ അമ്മ. ആൽബി ദേവനെ നോക്കി ഒന്നും മിണ്ടാതെ ഇറങ്ങിയതും ദേവൻ്റെ കൺമുന്നിൽ ആ രൂപം തെളിഞ്ഞു. വർഷങ്ങളായി അവൻ കാണാൻ കാത്തിരുന്ന ആ മുഖം. അവൾ മെല്ലെ അകത്തേക്ക് കയറിയതും ദേവൻ അവളെ കയ്യും പിടിച്ച് അവിടേക്ക് വന്നത് ഓർത്തു. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും അതേ സൗന്ദര്യം ഇപ്പോഴുമുണ്ട്. മാപ്പ്. അന്ന് ഒരു അച്ഛൻ്റെ അവകാശം നിഷേധിച്ചതിന്. മീനു അത്രയും പറഞ്ഞു. അവൻ്റെ മുന്നിൽ കൈകൂപ്പി. അവൻ്റെ കിടപ്പ് അവൾക്ക് സഹിക്കാനാവാത്ത പോലെ അവൾ തിരിഞ്ഞു നടന്നു. മീനു. ആ വിളിയിൽ മീനു ഒന്ന് നിന്നു. അവസാനമായി നിന്നെയും നമ്മുടെ മകനെയും ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. മീനു ഒന്നും മിണ്ടാതെ നിന്നു. എനിക്കിനി ഒരാഗ്രഹം കൂടിയുണ്ട്. അവസാനമായി നിൻ്റെ കൈകൊണ്ട് ഇത്തിരി വെള്ളം വാങ്ങി കുടിച്ചു വേണം എനിക്ക് ഈ ലോകത്തു നിന്നും വിട്ടുപോകാൻ എന്ന്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് തുടച്ചുകൊണ്ട് അവൾ ഒരു നേർത്ത പുഞ്ചിരിയോടെ ദേവനരികിലിരുന്നു. ടേബിളിൽ വെള്ളമെടുത്ത് അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവളുടെ മനസ്സ് പോലും അപ്പോൾ ശൂന്യമായിരുന്നു. ദേവൻ പിടയുന്നത് കണ്ടതും മീനു ഞെട്ടിത്തെറിച്ചുകൊണ്ട് അവനെ നോക്കി. മീനു, എനിക്ക് നിൻ്റെ മടിയിൽ കിടന്നു വേണം മരിക്കാൻ. അവൾ അവൻ്റെ തലയെടുത്തു അവളുടെ മടിയിൽ വെച്ചു. ദേവേട്ട. വർഷങ്ങൾക്ക് ശേഷമുള്ള അവളുടെ വിളിയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നെ അങ്ങനെ വിളിച്ചല്ലോ. ഇനി എനിക്ക് മരിക്കാൻ പോലും സങ്കടമില്ല മീനു. എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞു തീർത്തതും മീനു കണ്ണീരോടെ തന്നെ അവനെ നോക്കി. നമ്മുടെ മോനെ കൊണ്ടുവേണം എനിക്ക് ചിതയൊരുക്കേണ്ടത്. അവൾ കണ്ണീരോടെ തന്നെ മൂളി. അവൻ നിശ്ചലമാകുന്നത് അവൾ അറിഞ്ഞു. ദേവേട്ട. ആ നെഞ്ചിലേക്ക് വീണുകൊണ്ട് അവൾ വിളിച്ചു. വിവാഹപ്പന്തലിൽ നിന്നും ഇറങ്ങിയ ആൽബി അച്ഛൻ്റെ ചിതയ്ക്ക് തിരികൊടുത്തു. മീനു എബിയുടെ അരികിൽ നിന്ന് വേദനയോടെ എല്ലാം നോക്കിക്കണ്ടു. എൻ്റെ ഏട്ടനെ ഇത്രയും കാലം നോക്കിയതല്ലേ. നിങ്ങൾ ഈ വീട്ടിൽ തന്നെ നിന്നോളൂ. ആരും നിങ്ങളെ ഇറക്കിവിടാൻ വരില്ല. പ്രസാദ് പറഞ്ഞതും അവർ ഒന്ന് മൂളി. അവനും ഏട്ടൻ്റെ ചിതയ്ക്ക് മുന്നിൽ യാത്ര പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങി. അവസാനമായി അവനൊരു പിടിപ്പൂക്കൾ അർപ്പിച്ചു. മീനു ദേവനോടൊപ്പമുള്ള ഓർമ്മകളിൽ അവിടെ തന്നെ ഇരുന്നു. ദേവൻ്റെ ഭാര്യയായ അവരെ കണ്ട് മീനു ഒന്ന് നോക്കിയതും അവർ മീനുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവളും അവരെ നോക്കി പുഞ്ചിരിയോടെ എബിക്കരികിലേക്ക് നടന്നു. അവരുടെ കാർ നീങ്ങിയതും ദേവനായി അവൾ അർപ്പിച്ച പൂക്കൾക്ക് മീതെ മഴത്തുള്ളികൾ ഇറ്റി വീണു. തൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷമായിരുന്നു അത്.